ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ വ്ളോഗ് എനിക്കൊരു പെർഫെക്റ്റ് വ്ളോഗായിട്ട് തോന്നിയില്ല. പക്ഷെ എന്തായാലും നമുക്ക് ഈ വ്ളോഗ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ തലേ ദിവസം ഡ്രസ്സൊക്കെ എടുത്തു വെക്കുകയാണ്. ഞങ്ങൾ ഊട്ടിയിലോട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ മസനഗുഡി വഴിയാണോ പോകുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ഫുഡ് ഒരു ദിവസത്തേക്കുള്ളത് മൊത്തം നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് നെയ്ച്ചോറ് വേണ്ടാത്തതുകൊണ്ട് ഒരു 4 പൊതിച്ചോറ് കെട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൊതിച്ചോറിൽ വെക്കാനുള്ള ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് വെളിച്ചെണ്ണയിലോട്ട് ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ വറ്റൽമുളക് ഇട്ട് കൊടുത്താലും മതി. ഇവിടെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തിട്ട് പിന്നെ നമ്മുടെ തേങ്ങയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്കത് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് മിക്സിയിൽ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ മാങ്ങ ഇട്ടാണ് അരയ്ക്കുന്നത്. ഒന്നില്ലെങ്കിൽ മാങ്ങ അല്ലെങ്കിൽ വാളംപുളി ഉപയോഗിക്കുക. പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് മാങ്ങ ഇടുകയാണെങ്കിൽ മിക്സിയുടെ ആദ്യം മാങ്ങ ഇട്ടിട്ട് പിന്നെ ആ തേങ്ങ ഇട്ട് അരയ്ക്കണമായിരിക്കും നല്ലത്. അപ്പോൾ അത് അരച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ അന്നത്തേക്കുള്ള വിശേഷം അത്രേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ ട്രിപ്പ് പോകണം. അന്ന് രാവിലെ എഴുന്നേറ്റ് പൊതിച്ചോറ് കെട്ടാനുള്ള പരിപാടികളിലാണ്. അപ്പോൾ ഓംലേറ്റൊക്കെ പൊതിച്ചോറ് കെട്ടിക്കൊണ്ടിരിക്കുക. സിമ്പിളാണ്. നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ, ചമ്മന്തി, പിന്നെ ഓംലേറ്റ് അത്ര ഇടുന്നുള്ളൂ. എന്നിട്ട് വാപ്പാനെ കൊണ്ടാണ് ഞാൻ അത് കെട്ടിച്ചത്. കാരണം ഞാൻ കെട്ടിക്കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അങ്ങനെ അതൊക്കെ കെട്ടി ഞങ്ങൾ ഫ്രഷായി ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മസനഗുഡി വഴിയല്ല ഞങ്ങൾ പോകുന്നത്. കാരണം ഞങ്ങൾ എറണാകുളത്തുള്ളവർക്ക് കോയമ്പത്തൂർ റൂട്ട് ഊട്ടി പോകാനാണ് സിമ്പിള്. ഈ കോഴിക്കോട്, കണ്ണൂർ ആ റീജിയനിലുള്ളവർക്കാണ് മസനഗുഡി വഴി സിമ്പിൾ. അങ്ങനെ ഞങ്ങൾ പോയി ഇതിപ്പോൾ നമ്മുടെ കുതിരാനിലെ ടണൽ എത്തിയിട്ടുണ്ട്. എനിക്കൊന്ന് വടക്കാഞ്ചേരി ആ ഒരു റീജിയൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോയിട്ട് ഒരു കുറച്ചായപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. രാവിലത്തെ ഞങ്ങൾ ഇഡ്ഡലി എടുത്തിട്ടുണ്ട്, ഇഡ്ഡലിയും ചമ്മന്തിയും. അപ്പോൾ ഇന്നത്തെ ഫുഡ് മൊത്തം ഞങ്ങൾ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായി. കാരണം ആ തമിഴ്നാട് ആ റീജിയനിലോട്ട് പോകുമ്പോൾ ഫുഡ് അത്ര സെറ്റ് ആവില്ല നമുക്ക്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് കോയമ്പത്തൂർ ആ റീജിയനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് വാളയാർ റീജിയനിൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം കാണിച്ചാൽ ഇത് ട്രാവൽ ലോഞ്ച് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഫീഡിങ് റൂം, പ്രെയർ റൂം, സ്ലീപ്പിംഗ് ഇത് വാഷ്റൂം, കഫറ്റീരിയ, അതുപോലെ തന്നെ ഒരു ഗ്രോസറി സ്റ്റോർ പോലെ ഉണ്ട്. അപ്പോൾ വാഷ്റൂമൊക്കെ നല്ല ക്ലീനാണ്. ചെറിയൊരു പ്രൈസുള്ളൂ വാഷ്റൂം യൂസ് ചെയ്യാനായിട്ട്. നല്ല ക്ലീനാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് വർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. ഗ്രോസറി സ്റ്റോറിലാണെങ്കിൽ എല്ലാ സംഭവങ്ങളുണ്ട്. ഇത് അത്യാവശ്യം എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ട് സ്ഥലമാണ്. ഗൂഗിൾ മാപ്പിൽ ട്രാവൽ ലോഞ്ച് എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. ഈ ഗ്രോസറി സ്റ്റോറിലാണെങ്കിൽ എല്ലാ സംഭവം ഉണ്ട്. കാറിന് വേണ്ട സംഭവങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ വഴി റൂട്ട് വരുന്നവർക്ക് ഇതൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു സ്ഥലം. എനിക്ക് പറയാൻ അറിയാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിക്കണത്. ഇനി ഞാൻ ഉച്ചയ്ക്കാണ് നമ്മുടെ വ്ളോഗ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മൾ പൊതിച്ചോറ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ചെയ്തുകൊണ്ട് ഞങ്ങൾ നിസ്കാരവും എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പോൾ പൊതിച്ചോറ് സംഭവം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഉപ്പ് കുറവായിരുന്നു. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തൊരു ടേസ്റ്റ് ഉണ്ടായില്ല. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. ഇനി നമ്മൾ ഊട്ടിയിലോട്ട് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഊട്ടി എത്താറായിട്ടുണ്ട്. ഞങ്ങളൊരു 6 മണി ആ ടൈമിലാണ് ഊട്ടി എത്തുന്നത്. ഊട്ടി എത്തിയതിന് ശേഷം ഞങ്ങളൊരു ചായയും കുടിച്ച് ഓംലെറ്റൊക്കെ കഴിച്ച് റൂം തപ്പാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. നല്ല തിരക്കായിരുന്നു. ഊട്ടിയിലോട്ട് വന്നവർ നേരത്തെ തന്നെ റൂമൊക്കെ ബുക്ക് ചെയ്ത് വെക്കാട്ടെ. ഞങ്ങൾക്ക് നല്ല ലേറ്റ് ആയിപ്പോയി. അങ്ങനെ കെട്ടിയൊരു റൂം വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് രാത്രി ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് ഡേ ഞങ്ങളുടെ റൂമിൻ്റെ അവിടെയുള്ള വ്യൂ ആണിത്. ഞങ്ങളുടെ റൂമിൻ്റെ അവിടെ നോക്കി കഴിഞ്ഞാൽ ഫുൾ ഊട്ടി ടൗൺ മൊത്തം കാണാൻ പറ്റും. അങ്ങനെ റൂമിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് കോഫിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ബോട്ട് ഹൗസിലോട്ട് വന്നു. ഇവിടെ മെയിൻലി ഊട്ടിയിൽ വന്നവർക്ക് മെയിൻ അട്രാക്ഷൻ ഇതാണ്. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. മെയിനായിട്ട് ബോട്ടിംഗ് ആണ്. അതുപോലെ കിഡ്സിന് കുറേ റൈഡ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ മിനി ട്രെയിൻ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന ടൈമിൽ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് സ്പ്രിംഗ് പൊട്ടേറ്റോയും പോപ്കോണൊക്കെ വാങ്ങി കഴിച്ചു. അങ്ങനെ അതിനുശേഷം ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ക്യൂവിൽ നിൽക്കുകയാണ്. ഞങ്ങളൊരു 8 സീറ്റർ ബോട്ടാണ് എടുത്തത്. കയറുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായി.
പക്ഷേ കയറി കഴിഞ്ഞ് നല്ലോണം എൻജോയ് ചെയ്തിട്ട് അത് ഒരു 20 മിനിറ്റ്സ് ബോട്ട് റൈഡാണ്. പക്ഷെ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യും. കുറേ വ്യൂവും നമ്മളെ ഫുള്ള് ചുറ്റി കാണിച്ച് കൊണ്ടുവരും. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഊട്ടിലോട്ട് വന്നവരാണെങ്കിൽ ഈ ബോട്ട് റൈഡിങ് എന്തായാലും ചെയ്ത് നോക്കിക്കോട്ടെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ കുറേ ഷോപ്സ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഞാൻ ഈ ബാഗ് വാങ്ങി. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയേക്കാണ് ഉച്ചയ്ക്കത്തെ. അപ്പോൾ ഫുഡ് ചോറ് മീൽസും ബിരിയാണിയൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ റോസ് ഗാർഡനിലോട്ട് വന്നേക്കാണ്. റോസ് ഗാർഡൻ ആക്ച്വലി ഞാൻ പണ്ട് വന്നപ്പോൾ ഫുള്ള് നിറഞ്ഞെടുക്കാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം അതിൻ്റെ സീസൺ അല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് അത്ര രസമില്ല. സീസണായ ടൈമിൽ വന്നാൽ നല്ല രസമായിരിക്കും. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ബൊട്ടാനിക്കൽ ഗാർഡനിലോട്ട് വന്നേക്കാണ്. ഇവിടെ നല്ല തിരക്കാണ്. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇത് ഊട്ടി വർക്കയായിട്ട് ഞാൻ ഇതുപോലെ ഏതോ വീഡിയോയിൽ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയാണ്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല തിരക്കാണ് ഇവിടെ. ആക്ച്വലി ഈ ടൈമിൽ ഞാൻ അധികം ക്ലിപ്സ് ഒന്നും എടുത്തിട്ടില്ല ട്രാവൽ ചെയ്യണതിൻ്റെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വീഡിയോ അല്ലെന്ന്. അതിന് ഞങ്ങളവിടെ ഇരുന്ന് കുറച്ച് നേരം ബജ്ജിയൊക്കെ കഴിച്ച് ഞങ്ങൾ അധികം അങ്ങോട്ട് ചുറ്റിയില്ല. ഒരു 3 ഏക്കറൊക്കെ ഉണ്ടെന്ന് തോന്നി ഈ സ്ഥലം. ഞങ്ങൾ വെറുതെ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഞാനിവിടെ വന്നപ്പോഴേ വിചാരിച്ചാണ് ഈ ഫ്ലവേഴ്സ് വാങ്ങണമെന്ന്. അപ്പോൾ അതൊരു കെട്ട് വാങ്ങിയിട്ടുണ്ടായി. പിന്നെ ഇവിടെ കുറേ ഷോപ്സൊക്കെ ഇങ്ങനെ നോക്കി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്രാവശ്യം ഞങ്ങൾ നേരത്തെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ റൂമിൽ വന്ന് ഫ്രഷ് ആയതിനു ശേഷം രാത്രിത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ ഗ്രിൽ ചിക്കനും നാനും ഫ്രൈഡ് റൈസും നൂഡിൽസൊക്കെ ഉണ്ടായി. അങ്ങനെ അതിന് ശേഷം ഇനി നെക്സ്റ്റ് ഡേ നമ്മൾ തിരിച്ചു പോകുന്ന അന്ന് എടുത്ത വീഡിയോസാണിത്. നമ്മൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് പൂരിയും മസാലയൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതിൽ ഞാൻ അധികം വ്ളോഗ്സ് ഒന്നും എടുത്തില്ല കേട്ടോ. കാരണം ആക്ച്വലി ഞാൻ ഭയങ്കര ടയേർഡ് ആയതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ആക്ച്വലി ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ മസനഗുഡി വഴി വരാമെന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ആ റൂട്ട് ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ കേരള ആൻഡ് കർണാടക വെഹിക്കിൾസിന് എൻട്രി ഇല്ല. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ വീടെത്താറായി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അത്ര അടിപൊളി വ്ളോഗൊന്നും അല്ലെങ്കിലും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.